രാവിലെ ഉണർന്ന ഉടനെ മിക്കവാറും ആളുകളിൽ ഒരു മൂഡ് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അതും 5 മിനിറ്റുകൾക്കുള്ളിൽ. അവർ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മറ്റു സോഷ്യൽ മീഡിയാസും തുറക്കുന്നു. മറ്റുള്ളവരുടെ കളർഫുള്ളായ ലൈഫ് കണ്ട് ഡൗൺ ആകുന്നു. എന്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെ? എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകുമോ എന്ന പോലെയുള്ള പല ചോദ്യങ്ങളും. സത്യത്തിൽ ഈ 5 മിനിറ്റുകൾക്കുള്ളിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മനസ്സ് താരതമ്യം ചെയ്യുവാൻ ആരംഭിച്ചെന്ന് മാത്രം. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു? മറ്റുള്ളവരുടെ ഉയർച്ച എന്തുകൊണ്ട് സ്വയം സംശയിക്കുവാനും സ്വന്തം മൂല്യത്തെ ചോദ്യം ചെയ്യുവാനും കാരണമാകുന്നുവെന്നും കൂടുതൽ പ്രധാനമായും താരതമ്യങ്ങളെ സ്വന്തം ആത്മവിശ്വാസം തകർക്കുന്നതിൽ നിന്നും തടയാമെന്നും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു. 2 ആളുകളുടെ കഥ പറയാം. അരുണിന്റെയും നിഖിലിന്റെയും. അവർ ഒരുമിച്ചാണ് പഠനം പൂർത്തിയാക്കിയത്. അവർ നല്ല കൂട്ടുകാരായിരുന്നു. ഇരുവർക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു. രണ്ടുപേരും കഠിനമായി പ്രയത്നിച്ചു. ജീവിതം മുന്നോട്ടു നീങ്ങി. ഒരു ദിവസം അരുൺ സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് നിഖിലിന്റെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. പ്രൊമോഷൻ കിട്ടിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഉള്ളടക്കം. അടുത്ത ഫോട്ടോ പുതിയ അപ്പാർട്ട്മെന്റ്, പുഞ്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ, കൂട്ടുകാരുമായുള്ള ആഘോഷം, 100ഓളം കമന്റുകളും ലൈക്കുകളും. അരുൺ നിശബ്ദനായി ഫോൺ താഴെ വെച്ചു. യഥാർത്ഥത്തിൽ അയാളുടെ ജീവിതത്തിൽ ഒന്നും മോശമായി സംഭവിച്ചില്ല. ആളുകൾ അയാളെ ഇഷ്ടപ്പെടുന്നു, കുടുംബമുണ്ട്. പക്ഷേ അവന് പെട്ടെന്ന് സ്വയം ചെറുതായ പോലെ തോന്നുന്നു. ഇത്തരം അനുഭവങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്കും ഉണ്ടായി കാണും. ഇത് വിചിത്രമായി തോന്നുന്നില്ലേ? മറ്റൊരു വ്യക്തിയുടെ വിജയം നമ്മുടെ ജീവിതത്തിൽ മനോഹരമായി നിലകൊള്ളുന്ന കാര്യങ്ങളെ മറക്കാൻ കാരണമാകുന്നത്. ഇതാണ് കമ്പാരിസന്റെ, താരതമ്യം ചെയ്യുന്നതിന്റെ അപകടം. അത് റിയാലിറ്റിയെ മാറ്റുന്നില്ല, എന്നാൽ റിയാലിറ്റി കാണുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം പറഞ്ഞുകൊള്ളട്ടെ. ആളുകൾ മറ്റുള്ളവരുമായി തങ്ങളെ തന്നെ താരതമ്യം ചെയ്യുന്നത് തങ്ങളെക്കുറിച്ച് തന്നെ ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇനഫാണോ? ഞാൻ മൂല്യമുള്ള വ്യക്തിയാണോ? ഞാൻ വിജയിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താത്തിടത്തോളം നമ്മുടെ മനസ്സ് ഇവയുടെ ഉത്തരങ്ങൾ പുറത്തു തിരയാൻ ആരംഭിക്കും. മറ്റുള്ളവരെ അളവുകോലാക്കി നമ്മെ തന്നെ നമ്മൾ അളക്കാൻ ആരംഭിക്കും. എന്നാൽ പ്രശ്നം ഇതാണ്, താരതമ്യം ചെയ്യുന്നത് ഇവയ്ക്ക് യഥാർത്ഥ ഉത്തരം കണ്ടെത്താൻ സഹായിക്കില്ല എന്നത്. കാരണം മറ്റൊരാളുടെ യാത്രയും ലക്ഷ്യവുമല്ല നമ്മുടേത്. ഒരു മാവ് സങ്കല്പിക്കാം. അതിനരികിൽ ഒരു തെങ്ങും. മാവിൽ തേങ്ങ കായ്ക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമോ? തീർച്ചയായും ഇല്ല. രണ്ടും വളരുന്നത് വ്യത്യസ്തമായാണ്. അവയിൽ കായകൾ ഉണ്ടാകുന്നത് പല സമയങ്ങളിലാണ്. ഇവയുടെ ലക്ഷ്യവും വ്യത്യസ്തമാണ്. എന്നിട്ടും മറ്റുള്ളവരുടെ ജീവിതം പോലെ നമ്മുടേതാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്ന നിഗമനത്തിൽ നമ്മൾ എത്തുന്നു. പതിറ്റാണ്ടുകളായി കമ്പാരിസൺ എന്ന വിഷയത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തപ്പെടുന്നു. സോഷ്യൽ കമ്പാരിസൺ തിയറി എന്നൊരു ആശയമുണ്ട്. നമ്മളെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് മനുഷ്യന്റെ ഒരു നാച്ചുറലായ പ്രത്യേകതയാണെന്ന് ഇതിൽ പറയുന്നു. ചെറിയ അളവിൽ താരതമ്യം ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ, പ്രചോദനം നൽകുവാനും, ഇംപ്രൂവ് ആകുവാനും, വളരുവാനും സഹായിക്കും. എന്നാൽ ഇന്നത്തെ ലോകം വ്യത്യസ്തമാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ താരതമ്യം ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലുള്ള അയൽക്കാരായ ആളുകളുമായിട്ടാണ്. എന്നാൽ ഇന്ന് പ്രാതൽ കഴിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ നമ്മളെ തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ 100 കണക്കിന് ശ്രദ്ധാപൂർവം എഡിറ്റ് ചെയ്യപ്പെട്ട ജീവിതങ്ങളുമായി താരതമ്യം ചെയ്യുന്നു. പഠനങ്ങൾ പറയുന്നത് നിരന്തരമുള്ള മുകളിലേക്ക് നോക്കിയുള്ള താരതമ്യങ്ങൾ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലേത്, ജീവിത സംതൃപ്തി കുറയുവാനും ലോ സെൽഫ് എസ്റ്റീമിനും വൈകാരിക ക്ഷേമം കുറയുവാനും കാരണമാകുന്നുവെന്ന്. ഈ വിവരങ്ങൾ വെച്ച് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിർത്തണമെന്നാണോ? മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കരുത് എന്നാണോ? തീർച്ചയായും അല്ല. നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം നിശ്ചയിക്കാൻ ഒരു അളവുകോലാക്കാതിരിക്കുക എന്നതാണ്. ആ വ്യക്തി ആയിരിക്കുന്നിടത്ത് ഞാൻ എന്താണ് എത്താത്തത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്റെ അടുത്ത ചുവട് എന്താണ് എന്ന് സ്വയം ചോദിക്കാം. ആ ഒരു ചോദ്യം താരതമ്യത്തിൽ നിന്നും വളർച്ചയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്നു. ഇനി ചെറിയൊരു പ്രാക്ടീസ് ഒരുമിച്ച് ചെയ്യാം. സാവധാനത്തിൽ
സ്വസ്ഥമായി ഒരു ശ്വാസമെടുക്കാം. ഇനി നിങ്ങൾ നിങ്ങളെ തന്നെ അവസാനമായി താരതമ്യം ചെയ്ത ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. സ്വയം വിധിക്കാനൊന്നും ശ്രമിക്കേണ്ട. ഇനി ഈ 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കാം. ഞാൻ എന്താണ് സത്യത്തിൽ താരതമ്യം ചെയ്തത്? അവരുടെ വിജയമാണോ? അവരുടെ ലുക്സ് ആയിരുന്നോ? കോൺഫിഡൻസ് ആയിരുന്നോ? അവരുടെ ബന്ധങ്ങളായിരുന്നോ? അവരുടെ സാമ്പത്തിക മേഖലയായിരുന്നോ? ഈ ഒരു താരതമ്യം മൂലം ഞാൻ എന്നെക്കുറിച്ച് തന്നെ വിശ്വസിക്കാൻ ആരംഭിച്ച കാര്യം എന്താണ്? നിങ്ങൾ നിങ്ങളോട് തന്നെ ഇവയാണോ പറഞ്ഞത്? ഞാൻ പിന്നിലാണ്. ഞാൻ ഒരിക്കലും വിജയിക്കില്ല. ഞാൻ അത്ര ആകർഷണീയനായ വ്യക്തിയല്ല. എനിക്കത്ര കഴിവൊന്നുമില്ല. ഇനി ഏറ്റവും പ്രധാന ചോദ്യം ഇതാണ്: ഞാനിപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ അതോ എൻ്റെ മനസ്സ് ഉണ്ടാക്കിയെടുത്ത കഥയാണോ? ചിലപ്പോഴൊക്കെ താരതമ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സത്യങ്ങളല്ല കാണിക്കുന്നത്, മറിച്ച് നമ്മൾ കൊണ്ടു നടക്കുന്ന ഭയങ്ങളാണ്. അങ്ങനെ നമ്മുടെ ഭയങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവ് ലഭിക്കുന്നത് ഹീലിംഗ് ആരംഭിക്കാൻ സഹായകരമായിരിക്കും. ഇനി ഈ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ 3 സ്റ്റെപ്പുകളായി ചേർക്കുന്നു. 1. നിങ്ങൾ താരതമ്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ സ്വയം കുറ്റപ്പെടുത്താതെ അവ നിരീക്ഷിക്കുക. അടുത്തയൊരു തവണ നിങ്ങൾ നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യുന്നതായി കണ്ടെത്തുമ്പോൾ ഞാനിത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറയാം: ഞാൻ വീണ്ടും താരതമ്യം ചെയ്യുകയാണ്. അവബോധമാണ് മാറ്റങ്ങൾക്ക് തുടക്കമാകുന്നത്. 2. നിങ്ങളുടെ ശ്രദ്ധയെ തിരികെ നിങ്ങളുടെ ജീവിതയാത്രയിലേക്ക് കൊണ്ടുവരാം. സ്വയം ചോദിക്കാം: ഇന്ന് ഏത് കൊച്ചു ചുവടെടുക്കുന്നതാണ് എന്നെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കുന്നത്? ചിലപ്പോഴത് ഒരു പേജ് വായിക്കുന്നതാകാം, ഒരു ഫോൺ കോൾ ചെയ്യുന്നതാകാം. ഹീലിംഗ് സംഭവിക്കുന്നത് നിരന്തരമായുള്ള കൊച്ചു ചുവടുകൾ എടുക്കുമ്പോഴാണ്. 3. കിടക്കാൻ പോകുന്നതിന് മുൻപ് ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ സ്വയം പ്രശംസിക്കുന്ന ഒരു കൊച്ചു കാര്യം ഏതെന്ന് എഴുതാം. ഒപ്പം തന്നെ നിങ്ങളുടെ പുരോഗതിയെ ആഘോഷിക്കുവാനും മറക്കരുത്. നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റെന്നത് നമ്മൾ വലിയ വിജയങ്ങൾക്കായി കാത്തിരിക്കും നമ്മെ തന്നെ അഭിനന്ദിക്കാൻ എന്നുള്ളത്. ഓരോ തവണ നമ്മൾ നമ്മുടെ പ്രയത്നത്തെ ആദരിക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞകാല ദിവസത്തേക്കാൾ അല്പം കൂടി ശക്തരാവുകയാണ് ചെയ്യുന്നത്. താരതമ്യം ചെയ്യുന്നതല്ല പ്രശ്നം, മറിച്ച് നമ്മുടെ സ്വന്തം യാത്ര മറന്നുപോകുന്നതാണ്. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ കഥയാണുള്ളത്, വ്യത്യസ്തമായ അവസരങ്ങളും പ്രതിസന്ധികളും സമയവും. നിങ്ങളുടെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത് നിങ്ങൾ പൂർണ്ണമായും നിങ്ങളാകുന്നതിലാണ്. നിങ്ങളുടെ ജീവിത കഥയെ മറക്കുവാൻ ഏറ്റവും വേഗത്തിലുള്ള വഴി താരതമ്യം ചെയ്യുന്നതാണെന്ന് ഓർത്തിരിക്കാം. അടുത്ത ആഴ്ചയിൽ മറ്റുള്ളവരുടെ പ്രശംസകളും കുറ്റപ്പെടുത്തലുകളും നമ്മുടെ തീരുമാനങ്ങളെയും നമ്മൾ നമ്മളെ കാണുന്ന രീതിയെയും എങ്ങനെ നിർണ്ണയിക്കുന്നുവെന്ന് നമ്മൾ കാണാൻ പോകുന്നു. ഇത് 30 ദിവസത്തെ സെൽഫ് വർത്ത് ആൻഡ് കോൺഫിഡൻസ് സീരീസിന്റെ ഡേ 5. ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾ വൈകാരിക അമിത ഭാരത്താലോ അമിത ചിന്തയാലോ പ്രയാസപ്പെടുന്നവരോ കൂടുതൽ വൈകാരിക ശാന്തതയ്ക്കായി പ്രാക്ടിക്കലായ വഴികൾ അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ എൻ്റെ ലൈവ് ഇമോഷണൽ റീസെറ്റ് വർക്ക്ഷോപ്പിലേക്ക് ക്ഷണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പഠിക്കുകയും വിചിന്തനം ചെയ്യുകയും സിമ്പിളായ ടൂളുകൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം, സുരക്ഷിതവും സപ്പോർട്ടീവുമായ ഒരു അന്തരീക്ഷത്തിൽ. വർക്ക്ഷോപ്പിന്റെ ഡേറ്റും സമയവും രജിസ്ട്രേഷന്റെ മറ്റു വിവരങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കണ്ടെത്താവുന്നതാണ്. ഈ ഒരു യാത്രയിൽ നിങ്ങളും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.